ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞോളൂ? ഇന്ന് എൻ്റെ കല്യാണമാണ്. പറഞ്ഞോളൂ. പിന്നെ കൂടുതലായിട്ട് എന്താ പറയാ നിങ്ങൾ പറയും ബാക്കി. അതായത് ഇൻട്രോ എടുത്തിട്ട് ഒരു 2-3 ടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ കുറച്ച് ഷോർട്ട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു മെഹന്തിയുടെ, അല്ലേ? മെഹന്തിൻ്റെ മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ആർട്ടിസ്റ്റ് ബൈ ഫർഹാന എസ്. പക്ഷേ ഈ മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? കാണുമ്പോഴേ അറിയാം എൻ്റെ മേക്കപ്പ് നല്ല കൊള്ളായിട്ടുണ്ട്. കുളമൊന്നുമില്ല, നമ്മൾ നോർമലി ഫോട്ടോയിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പോൾ ഇന്ന് ആർട്ടിസ്റ്റ് ബൈ ഷക്കീല ബാനു, എല്ലാവരും അവനെ വിളിക്കണം മേക്കപ്പ്. എടി ഇതൊക്കെ കാണുന്നല്ലേ. നമ്മൾ നോർമലി ഇന്നലെ മെഹന്തി ഡേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ വിഷ്വൽസ് കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് അതായിരിക്കും നമുക്ക് വരുന്നുണ്ടാവും ഫസ്റ്റ്. ഗൈസ്, അപ്പോൾ ഇവര് ആക്ടിങ് ആണ് മൊത്തം. അടുത്ത പുള്ളിമാൻ കയറി. ചല മല മന തോന ചാന. എന്തേലും സംസാരിക്കണ പോലെ എന്തേലും ആക്കിയോ? ഇപ്പോൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് കൊള്ളരുത്, സംസാരിക്കാൻ പറഞ്ഞതാണ്. ആക്ടിങ് ആണ്. അപ്പോൾ അടുത്തതായിട്ട് മൈലാഞ്ചി ഇല ആദ്യമായി വേദിയിലേക്ക് വിളിച്ച് പേര് വിളിച്ചോ. മൂത്തുമ്മ ഫസ്റ്റ് ആള്. പാട്ട് നീ നോക്കറ. നോക്കി ശരിച്ചേ ശരിക്കും. ചെറിയ സാങ്കേതിക തരാറുള്ള അടുത്ത സംഘം വൈവരിയാണ്. ആദ്യം എൻ്റെ ഉമ്മ, പിന്നെ റഷ്യമായി, ആദ്യമായി, അങ്ങനെ എല്ലാവരും വൈവരിയിൽ നിൽക്കുകയാണ്. സബീനമായി നിൽക്കുന്നുണ്ട്, എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ക്ഷമിക്കുക. കാരണം ഇത്രയും ആങ്കർ ചെയ്യുമ്പോൾ അതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്.
പുലികൾ പോലുള്ള ഓരോ ആൾക്കാരും നല്ല രീതിയിൽ പറയുന്ന സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു സന്തോഷം. ആർക്ക് നന്നായി എഴുതുന്നുണ്ട്. ഓക്കെ സീൻ എഴുതണം, അങ്ങനെയാണ് അവിടെ ABCD ഒക്കെ എഴുതുന്നുണ്ട്. ഇരുന്നിട്ട് വെക്കേണ്ടതാണ്. ഇരുന്ന് വെക്കേണ്ടതാണ്. कितनों की लव स्टोरिया केसरिया तेरा इश्क है. എടാ ഇവിടെ നോക്കടാ. എടാ എടാ ചേക്കാ ഇവിടെ നോക്കിയോ. ചന്ദാബി മിനിക്കുട്ടി എന്ന് വെക്കില്ലേ? മിനിക്കുട്ടി എവിടെ ഉണ്ടെങ്കിലും പോയി ഷജറുകൾ തരമാസലവിന്റെ സുഹൃതം കരങ്കുരു ശരഫുടനിതിമതി സന്തോഷ പൊന്തര ചന്തം മുന്തിര സുന്ദര ചന്ദ്ര ശോഭേശ്വര പൊരൾ കസുര അഹമ്മദ് പുണന്ത് സുഗന്ധ് വല്ലി മികந்து പുകந்து കന്നി പറന്ന് നബിക്കും ഫാത്തിമത്ത് സുഹറ മച്ചമുള്ള ക്ഷണം വച്ചൊരു റോജ മിക മിക തിക തിക സതി ആലി ഹോ ജാ കരുൾ കരുൾ ബുഷ്റാ നബി തൻ ഉർമകൾ സുഹറ സുഹറ ബത്തോർ ജാക്കിയറാലിയ ഷജറുകൾ തരമാസലവിന്റെ സുഹൃതം തരങ്കുരു ശരഫുടെ നിധിമതി സന്തോഷ പൊന്തര ചന്തം മുന്തിര സുന്ദര ചന്ദ്ര ശോഭ ചൂര പൊരുൾ കസുര तुझको दिया मेरा वक्त सभी कोई अमराना हो तेरे बिना हर सांस पे नाम तेरा अब तुम ही हो जिंदगी
നമ്മളിപ്പോ സമയമേറി എന്നുള്ള പാട്ട് പാടാൻ പോണൊക്കെ. പറഞ്ഞ ചോദിച്ചു വാങ്ങിക്ക. പാട്ട് പാടില്ല. ആയിട്ട് ബ്രൈഡിന്റെ ഗ്രൂപ്പ് പാടുകയാണ്. അത് അനൗൺസ്മെന്റ് ചെയ്യടാ. അടുത്തതായിട്ട് പാടേ പറ. അടുത്തതായിട്ട് എന്ത് ready 1 2 3. എല്ലാവരും കരയുന്നുണ്ട്. ഇപ്പൊ കരയും. വിജയന്റെ സിനിമ ഗില്ലി. വാരി വാരി മണല് വാരി. അടുത്ത് വയ്ക്കും മൈക്ക്. എനിക്കത് പാടാൻ അറിയില്ല. എല്ലാരും കൂടെ പാടേ. കണ്ണിൽ കണ്ണിൽ നല്ലൊരു ദീനീപരമായിട്ടുള്ള പാട്ട്. സംസാരിക്കും. അതിൽ നോക്കണ്ട. ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് മൈലാഞ്ചിയാണ്, തുടക്കമാണ്. പക്ഷെ ഇത് എന്താണ്? അപ്പൊ നമ്മളെ വീടെത്തിയിരിക്കുകയാണ്. ദിസ് ഹൗസ്. എനിക്കൊന്നും ഉറക്കമില്ലടാ. ഇത് ആക്ടിംഗ് ആണ് ഗായ്സ്. എല്ലാരും വിട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ കാര്യങ്ങൾ വരുന്നത്. സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. ഇതൊന്നും കേൾക്കുന്നില്ല. സമയം നോക്കി കാണിച്ചു കൊടുക്കും. രാത്രി 3:30 അങ്ങനെ വിചാരിക്കും. പക്ഷെ അങ്ങനെയാണ്. എടാ മോനെ, നീ ഇൻട്രോ പറയും. ഇൻട്രോ പറയാം. ഹലോ മൈ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് വെഡിങ്ങിലാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നൈസ് ഷോട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ പ്രൈഡ് ആ ഒരു മല്ലക്കാട്ടിലാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ചോദിച്ചായിരുന്നാ? വാവ്.
നീ പറഞ്ഞോ എന്താ പറയാനുള്ളതെന്ന്. ഇത് നൈസായി നോക്ക് നോക്ക് ഇതിൽ നോക്ക്. ഡെയിലി സീനാവോ? ഡെയിലി ഇതൊന്ന് പിടിക്കോ? അതൊക്കെ ഒരാളെ ഫ്രീക്കായിട്ടാ. ഈ നിമിഷത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മേക്കപ്പ് സീനായിട്ടുണ്ട്. ഒരു പിടിച്ചിട്ടാ വരനും വധുവും. വാ 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 വാ. ആ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോഷൂട്ട് രാവിലെ മോർണിംഗ് ഇത്രയും വെയിലത്ത് നിങ്ങൾ പറഞ്ഞോളൂ എന്താണ് നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ ബ്രൈഡിന്റെ തോണക്കുട്ടി? എടാ നീ എനിക്ക് എന്നെ ഇൻട്രോ എടുത്തു തരുമോ? പറഞ്ഞോളൂ എന്താണ് ഇൻട്രോ എടുക്കാൻ വിളിച്ച ആളൊക്കെ ഒന്നും അറിയത്തില്ല. അതായത് ഇന്ന് നൗഫിയുടെ കല്യാണമാണ്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. അവിടെ ഇതാണ് നമ്മുടെ ബ്രൈഡ്. ഷൂട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻട്രോ നൗഫിനെ വെച്ചിട്ട് എടുക്കാല്ലേ? ഓക്കെ ജസ്റ്റ് അങ്ങനെ ബാക്കിയില്ല മൂന്നാമത് പറയാം ഒന്നങ്ങനെ ഫേസിക്ക് നോക്ക്. സേവ് ദ ഡേറ്റ്. ഓക്കെ 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 ഇറങ്ങാം. മറ്റോ പറയണ മറ്റേ റോക്കി ബൈ മറ്റാള് പറയും ഒരു മാരില്ലു. ഇന്നലെ വന്ന് പിക്കടിച്ചിട്ട് പോയി. എവിടുന്ന്? നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വി ആർ ഗോയിങ് ടു നെക്സ്റ്റ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു നല്ലൊരു വീട് കണ്ടപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് പിക്സ് എടുത്തിട്ടുണ്ട്. നമ്മളുടെ എല്ലാ ബ്രൈഡിൻ്റെ മാത്രമായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു ഉത്തമൻ സിനിമ എടുത്തൊരു വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ അത്യാവശ്യം കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഫൈനലി നമ്മൾ ഉത്തമൻ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് നമ്മളുടെ ബ്രൈഡ് ഉള്ളത്. ബ്രൈഡിന് ചെറിയൊരു ഇതുണ്ട്. കാരണം എന്താ ചോദിച്ചെന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഒന്നും റെഡി ആയിട്ടില്ല എന്നുള്ള. അത് നേരിട്ട് നോക്കുമ്പോൾ പ്രശ്നമുണ്ട്, ക്യാമറയിൽ നോക്കുമ്പോൾ പ്രശ്നമില്ല എന്നാണ് ബ്രൈഡ് പറയുന്നത്. ഇവരാണ് നമ്മുടെ ക്യാമറമാൻസ്. ജിജീഷ് ബ്രോ, എമോജി പിക്സ്. അപ്പോൾ ഫൈനലി നമ്മൾ ജസ്റ്റ് ഉത്തമൻ സിനിമ ഷൂട്ട് ചെയ്ത അടുത്താണ്. നമ്മുടെ കൂടെ വന്ന കോ ആക്ടേഴ്സ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പരിചയമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. നല്ല ബ്രൈറ്റ് അടിച്ചിരിക്കും. നല്ല മറ്റേ ജസ്റ്റ് ഹെയറിലൊന്ന് കൊടുത്ത് ഹെയറിൽ ആക്കി എത്തിയിട്ടുണ്ടോ? ഞാൻ ശരി നോക്കി നോക്കറഫി പാമനിലത്തെ പാമനെ ആയിക്കോട്ടെ. നിങ്ങൾ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്താണ്. എല്ലാവരും വേണോ? ഓ അതാ അവള് മാത്രം ചെയ്തോ. നിങ്ങൾ കുറച്ച് ഒരേ ഗ്യാപ്പിൽ നിൽക്കട്ടെ രണ്ടാളും. ഓക്കെ മൂന്നാം ക്യാമറയ്ക്ക് നോക്കും. ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ബ്രൈഡിൻ്റെ ഫാനൊന്ന് തൂക്കിയിരിക്കുകയാണ്. ഇത് കിട്ടുന്നുണ്ടോ? നല്ല ഇതുണ്ടോ? സംഭവം വന്നിട്ട് ഈ ഫാന് നമ്മൾ തിരിച്ചു കൊടുക്കണം ഇല്ലാന്ന് അറിയത്തില്ല. എനിക്ക് മേക്കപ്പ് ഈ പറഞ്ഞു കൊടുക്കാനുണ്ട്. കാരണം 4000 ഇങ്ങനെ പറയണ ഒരാൾ മേക്കപ്പ് ഇട്ട് തന്നാളല്ലേ. ഓ അവിടെ ഫാൻ ഇല്ലാത്തോണ്ട കൂളർ ഉണ്ട് അവിടെ. അപ്പോൾ നേരെ പോവാ. വെയിറ്റിംഗ് ആണോ?
എന്താണ് പറയാനുള്ളത് കല്യാണത്തിനെ കുറിച്ച്? ആ പറഞ്ഞോളൂ. ഒന്നുമില്ല, മേക്കപ്പ് കൊളായതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ടാണ്. ആണ് നമ്മൾ ഒരാളെ കുറ്റം പറയല്ലേ, നമ്മളിങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞു ഒരു വൈറ്റ് കളർ എന്ന്, പക്ഷെ കുഴപ്പമില്ല. കുടുംബക്കാരാണ് എന്തിന്? ഇല്ല കുഴപ്പമൊന്നുമില്ല. അവന്റെ അടുത്ത് മേക്കപ്പ് എന്താ അവസ്ഥ? പിന്നെ ഇനിയുള്ളത് മറ്റേ റിസപ്ഷനുള്ള മേക്കപ്പ്, അതായത് സെക്കൻഡ് വീട്ടുകാരുടെ മേക്കപ്പിലാണ് ഒരു പ്രതീക്ഷ. നന്നായിട്ടുണ്ട് ഓർണമെന്റ്സ്. ഓ ശരി, നന്നായി നടക്കണ്ടല്ലേ. തല കറങ്ങാൻ പോവാണ് ഇപ്പൊ, നമ്മൾക്ക് കാണികൾക്കും തല കറങ്ങാൻ പോവാണ്. സെറ്റ് ചെയ്യാണ്. എങ്ങനെ കറങ്ങും നോക്കട്ടെ. എടാ ഇതിങ്ങനെയൊന്നും അല്ലടാ. എടാ 3 സ്റ്റാർട്ട്. കറങ്ങിക്കോ, തല കറങ്ങ. എടി നല്ല സ്ലോയിൽ കറങ്ങ, സ്ലോ മോഷനിൽ കറങ്ങ. അതന്നെയാണ്, തല കറങ്ങണ്ട് അല്ലേ. കറങ്ങി കറങ്ങി എന്താ ഇതാ ബ്രൈഡ് തലേതോ ഇതൊക്കെ നോക്ക്. ബ്രൈഡിന് ചെരുപ്പ് പോയിട്ടുണ്ട് ഗായ്സ്. എന്താടി നീ ആടി ബ്രൈഡിനെ ഒരുക്കി കൊടുക്കുന്നത്? നീയാണ് തോഴി, എന്താ പറയാ? വേണ്ടാത്തേക്ക് നടക്കടി, അങ്ങനെ നടക്ക്. സെന്റർ പീസ് തല കറക്കി വീഴും. കേറി കേറി മതി 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 കേറി കേറി ഗൈസ്. അപ്പോൾ ടൈമായിട്ടുണ്ട്. ചെക്കൻ അവിടെ എത്തിയിട്ടുണ്ട്. അതറി സ്കൂട്ടി ഓട്ടിട്ട് വരാന്ന് വിളി. കേറി കേറി കേറി. ആ എന്റെ കാലം കൊണ്ട് ചോട്ടി നിർത്തുന്നത്. അവിടെ ചെക്കൻ എത്തിക്കഴിഞ്ഞു. 11 മണിയായി. ഇനി നമ്മൾ പെണ്ണുങ്ങള് പോയിട്ടില്ല. ആ ഇല്ല, വെറുതെ വേണം. കേറി കേറി. നിങ്ങൾ കേറുന്നത് മൊത്തം ഇവരാണ് ഡോർ തുറന്നു കൊടുക്കുന്ന ആള്. സൂപ്പർ ടാ. എടാ ഇതെന്താ ഇതൊക്കെ കറക്റ്റാക്ക്. ഇപ്പൊ സംഭവം ബ്രൈഡ് പോയിട്ടുണ്ട്. ഇനി നേരിട്ട് ഇനി ഷൂട്ടൊന്നുമില്ല. നമ്മൾ ഇത്ര നേരം ഫുള്ള് ഷൂട്ട് കാര്യങ്ങൾ എടുത്തതായിരുന്നു. ഇനി നേരെ പോണത് മണ്ഡപത്തിക്കാണ്. കാരണം ഇപ്പം തന്നെ ടൈം ലൈറ്റാണ്. ചെക്കനും കൂട്ടരും എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. ഇതിപ്പോൾ നമ്മുടെ ഇൻട്രോവേർട്ടായിട്ടുള്ള സിയാദിൻ്റെ ഫോൺ കാണിക്കില്ല. എസ്തെറ്റിക്കാണ് സംഭവം. ഫുൾ ഇൻട്രോവേർട്ട് സംഭവം. കാര്യം വന്നിട്ട് നമ്മുടെ കാർ എത്തിയിട്ടില്ല. സംഭവം വന്നിട്ട് റംഷാദൊക്കെയാണ് കാർ കൊണ്ടുവരുന്ന ആള്. അത് ചെറുതായിട്ട് ലൈറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെത്തുന്നതിന് മുമ്പേ എത്തണം. കാരണം നമ്മളാണ് അവിടെ ഇൻട്രോ എടുക്കുന്ന ആൾക്കാർ. നമ്മൾ മണ്ഡപം എത്തിയിട്ടുണ്ട്. ബ്രൈഡിനെ കാണാനില്ല, മിസ്സിംഗ് ആണെന്നാ തോന്നുന്നു. എന്താ സംഭവം പറഞ്ഞോളൂ. എടി വെയിലത്തെ നൈസായിട്ടല്ലേ ഇവള്? ടിഷ്യൂ ഏതാ? നിനക്ക് എന്താ ടിഷ്യൂ എന്താ വേണമെന്ന് പറഞ്ഞേ? എന്താ പറയാനുള്ളത്? നമ്മള് മണ്ഡപം ഓക്കെ. അടുത്തത് ഇവരുടെ കല്യാണമാണ് അല്ലേ? നിന്റെ കല്യാണത്തിന് ഫോട്ടോഗ്രാഫർ ഇവരിനെ വിളിച്ചോ? ആ മേക്കപ്പ് എന്താ പേര്? നിങ്ങൾ പറഞ്ഞോളൂ. ചെക്കൻ എത്തിയിട്ടുണ്ട്. എന്താ പറയാ? അതെന്താ? നിങ്ങൾക്ക് ഇപ്പൊ നമ്മള് മണ്ഡപത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് മണ്ഡപം വെച്ചാൽ പഞ്ചായത്ത് ഓഡിറ്റോറിയം. ബെസ്റ്റ് ഓഡിറ്റോറിയം ഇൻ നല്ലേപ്പള്ളി. അതെ അതെ, നമ്മളുടെ ഡേറ്റിനനുസരിച്ചുള്ള ഷെഡ്യൂളിങ് നിങ്ങൾ കണ്ടാൽ നെട്ടും. അത്രയും നല്ലൊരു ഓഡിറ്റോറിയമാണ്. നല്ല ഓഡിറ്റോറിയം, പഞ്ചായത്ത് വക. അതെ, കിട്ടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ മണ്ഡപം എടുത്തിട്ടുണ്ടാവും. കാരണം 29th ഒരുപാട് മാരേജസ് ഉള്ളത് കൊണ്ട് നേരത്തെ അവിടെ ബുക്കായി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് ഓഡിയം പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുള്ള അതെ ആ ത്വരയിൽ നമ്മള് പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മളിനി മണ്ഡപത്തിലേക്ക് കടന്നു. ഓ ഗായ്സ്, ഇതെന്താണ് ഫ്രണ്ടില്? ഞങ്ങൾ സർപ്രൈസ് ആണ് വീഡിയോ എടുത്താലോ? ഞങ്ങൾ സർപ്രൈസ്
എന്താണ് അതിന്റെ പകുതി എടുത്തിട്ടുള്ളത്? ഈ ഡെക്കറേഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഇത് വളരെ വാവ്, ഇതെന്താണ്? നൈസ് പരിപാടിയാണല്ലോ ഇത്. അമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നിക്ക് ബന്ധം നീങ്ങിക്കൊണ്ടിരിക്കാം. എസ്തറ്റിക് അതെ, ഞങ്ങൾ വേറെ അത് കിട്ടാത്തതുകൊണ്ടാണ്. വ്ളോഗർ നൗഫിയ താത്ത, നിങ്ങളുടെ മോളിന്റെ മേക്കപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മതി. സൈഡ് സ്റ്റേജിലേക്ക് കയറുകയാണ്. കയറിക്കോളൂ. ഐശ്വര്യമായി വലത് കാലെടുത്ത് വെച്ച് കയറിക്കോളൂ. ഡെക്കറേഷൻ, ഈ ഡെക്കറേഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഫാൻ ഇടണം, കൂളർ ഇട്ട് തരാം നൈസായിട്ട്. ഇവിടെ നോക്ക്, ഒന്ന് കറങ്ങിട്ടിരി. വാ, ഇരുന്നോ. അമ്മായിമാർക്ക് എന്താ പറയാനുള്ളത്? വീഡിയോ അല്ലേ ഇത്, ഫോട്ടോ അല്ലേ വീഡിയോ? ഈ നീലിട്ട കുട്ടി അത് നല്ല രസമുണ്ടല്ലോ. ഫാമിലി من يهد الله فلا مضل له ومن يضلله فلا هادي له واتقوا الله أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وقال النبي صلى الله عليه وسلم നമ്മള് നിക്കാഹൊക്കെ കഴിഞ്ഞ പള്ളിയത്തെ നിക്കാഹ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് റെഡി. അത് കുറച്ച് കഴിഞ്ഞിട്ട് പോകും. ഫ്രണ്ട്സ് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇതാ വരുന്നുണ്ട് 2 പിള്ളേർ. ഞാനെ വിളിക്കും. ഇത് നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എവിടെ നിന്നൊക്കെ നടന്നതാണ്? കോഴിക്കോടിത്തെ ആൾക്കാര് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം പിള്ളേർ. നിങ്ങളൊക്കെ വ്ളോഗിന് വേണ്ടി ചെക്കന്മാരെ എത്തിയിരിക്കുകയാണ്. വണ്ടി തവണ നിതീഷ്, ശ്യാമണ്ണൻ, കൈ തരീത് അല്ലെങ്കിൽ മറ്റേ ഏറിക്കാറ്. ഗ്രൂം എത്തിയിരിക്കുകയാണ്. എൻട്രൻസ്
എങ്ങനെ ചാടിയിട്ടോ? ഇതെന്താ ഉദ്ദേശിക്കണത്? കുഴപ്പമില്ല. നല്ല ആളാ, നല്ല പയ്യൻ. ഒരു കാലിൽ ഇറങ്ങിയാ പോലെ, നോർമലി ഇറങ്ങിയാ മതി. ബ്രോ കുറച്ചിങ്ങോട്ട് വരും, കുറച്ച് ഫ്രണ്ടിക്കും ബ്രോ, കുറച്ച് ഫ്രണ്ടിക്കണം. ഒരു മിനിറ്റ്, അവരും കൂടെ ഇറങ്ങിക്കോട്ടെ. സ്ട്രൈറ്റ് നോക്കി നടന്നു, സ്ട്രൈറ്റ് നോക്കി നടന്നു. ഓക്കെ, എവിടെ നോക്കാം. സ്ട്രൈറ്റ് നോക്കാം, സ്ട്രൈറ്റ് നോക്കാം. കൂളറുണ്ട്. ആ ഇരുന്നോ. ഫോട്ടോഗ്രാഫർ എന്തൊക്കെയാ പറയേണ്ടത്? ഫോട്ടോഗ്രാഫർ നല്ല രീതിയിൽ വിവരിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ള രീതിയിൽ. എങ്ങനെ ട്രയലൊന്നുമില്ല. കറക്റ്റ് ലൈബ്രറി ജംഗ്ഷൻ ഇറങ്ങുക, അതിന് ശേഷം കറക്റ്റ് കുറച്ച് നടക്കാനുള്ളൂ. കാലിക്കറ്റ് TL എത്തിയിട്ടുണ്ട്. ഒരു മാനേജറുണ്ട്, ഒരു TL ഉണ്ട്. ആ പറഞ്ഞോളൂ, എന്താ പറയാനുള്ളത്? കാടും മലയൊക്കെ താണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടു അതോ ഇതാരും നോക്ക്. എടാ ആരുടെ നീ വന്നോന്ന് ഇവർക്ക് അറിയില്ലടാ. എന്താണ് പറയാനുള്ളത്? ഇപ്പൊ സ്ഥലം കിട്ടിയുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ ഇവിടെ വെള്ളം കുടിക്കുന്നത്? ബംഗാളിക്ക് എന്താ പറയാനുള്ളത്? മൊട്ടന്നല്ലേ ഇത്ര 10 മണിക്ക് സ്പീക്കർ കൊണ്ടു കൊടുത്തത്? വാങ്ങിച്ചു കൊടുത്തു. അതാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് അതൊക്കെ കഴിച്ചത്. നോർമൽ റൈസല്ലേ കഴിക്കുള്ളൂ. അല്ല അപ്പം ഇവരോ അപ്പൊ കാലിക്കറ്റ് ടൂറിന് ജസ്റ്റ് ട്രെയിനിന് ടൈമായിട്ട് ജസ്റ്റ് പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കാം. ഇറങ്ങണേ, വാ വെറുതെ പോവാ.
ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ഒരു 7 സീറ്റർ വണ്ടിയൊന്നും അല്ലത്, 5 സീറ്റർ വണ്ടിയല്ല, 4 സീറ്റർ വണ്ടിയിൽ ഒരു ലോഡ് ആൾക്കാരുണ്ട്. കാലിക്കറ്റ് എത്തേണ്ട ആൾക്കാർ ബ്ലോക്കാക്കി, മൊത്തത്തിൽ ബ്ലോക്കാക്കി. വിവേകണ്ണ, ഇത് 7 സീറ്റർ, ഇത് വേണ്ടേ? 7 സീറ്റർ വണ്ടിയാണിത്. ഓക്കെ ബൈ. ഇത് 7 സീറ്റർ വണ്ടി, എത്ര പേരാണ്ടോ അത്? ഓക്കെ ബൈ. ചേച്ചി കുറച്ച് ചോറ് വിളമ്പീന്ന്. ഇവര് നന്നായി വിളമ്പുണ്ടല്ലേ? എടാ അപ്പൂടാ, ഇവര് നന്നായി വിളമ്പുണ്ടല്ലേ ചേച്ചി? അടുത്ത വിളമ്പിന് വിളിക്കാം. ചേച്ചി ഇത്തിരി ചോറന്ന്. നോഫി കരയില്ല. ഉമ്മ കരയും. ഉമ്മ ഇപ്പൊ കരയും, സങ്കടം. ടിഷ്യൂ പേപ്പർ. എടി അവളാണ്ടി കരയണ്ട, നീയല്ല. വാവ്, നൈസായി. വിഷമത്തിന്റെ ആൾക്കാർ. നോഫിയും കരയും. ചിരിക്കണേ, ചിരിക്കണേ. അവിടെ നോക്ക്, അവിടെ സ്വന്തക്കാരൊക്കെ കരയുന്നു. കരയണ പോലെ കാണിക്കുക. അങ്ങനെ വീഡിയോക്ക് വേണ്ടിട്ടെങ്കിലും വ്ളോഗിന് വേണ്ടിട്ടെങ്കിലും കാര്യമുണ്ട്. നീ പറ ഹായ്, ഹലോ, ബായ. എവിടേക്കാ? കണക്ക് കഴിഞ്ഞ് അനിയത്തി പോവാണ്. സങ്കടമൊന്നുമില്ല, വിഷമൊന്നുമില്ല. ഷാള് മടക്കിക്ക, ചെയർ. ഒരു വിഷമമുണ്ടോ? ഹാപ്പി അല്ലേ? ആര്? അപ്പൊ ഇതിൽ കൂടെ ഒരു ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശരിക്കും കാരണം നൗബി കാരണോ പോവാ. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പോകുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു പുത്തൂർ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലേക്കാണ്. പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ കുറച്ച് ഷൂട്ട് കാര്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഒപ്പം നമ്മൾ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേതോ കോസ്മെറ്റിക്സിൻ്റെ എന്തോടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഷൂട്ട് ഓൺ ഗോയിങ്, ദേവർ ഷൂട്ടിങ്. നിയാസ്ക ഉറക്കം തൂങ്ങി മൊത്തത്തിൽ ഏട്ടൻ. ബ്രോ നാളെ നോക്കി, ബ്രോ ആളെ നോക്കി തിരിച്ചു കേട്ടോ. ഒന്നുകൂടെ കഴിച്ച് ഒന്ന് നോക്കി. സൈഡിൽ ഈ സൈഡിൽ കൈ ഇവിടെ ഹിപ്പിൽ പിടിക്കാൻ, അതിങ്ങനെ കുറച്ച് ഡൗൺ ചെയ്തിങ്ങനെ വരാം.
അത് ലിഫ്റ്റ് കാണാം. ബ്രോ കുറച്ച് കനം തിരിച്ചു ബ്രോ കുറച്ചും കൂടി സൈഡിൽ കയറി. ഓക്കെ അങ്ങനെ നോസ് ടച്ച് ചെയ്യാം. നോസ് ഒന്ന് ടച്ച് ചെയ്യാം. ഓക്കെ തിരിച്ചു നിന്നോട്ടോ. അങ്ങനെ ഹോൾഡ് ചെയ്യുന്നു. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ബ്രോ താഴെ കൈ പൊക്കി. ഇങ്ങനെ അങ്ങനെ പൊക്കി. റെഡി അല്ലേ? നല്ല ചിരിച്ചോട്ടോ. റെഡി 3 2 1 കിസില് ഓപ്പൺ ചെയ്ത് നോക്കി. കിസ് ചെയ്തോ? ബ്രോ കിസ് ചെയ്തോ? ചിരിച്ചോട്ടോ. നല്ല ഓപ്പൺ ചെയ്ത് ബ്രോ ഒരു സെക്കൻഡ് ഹോൾഡ്. നല്ല ചിരിച്ചോട്ടോ. ഈ കൈയില്ലേ ബ്രോ അപ്പുറത്തെ ഹൈറ്റ് രണ്ടിനും അത് കണ്ണടച്ച് തിരിച്ചോട്ടോ. ഓക്കെ റെഡി. ഒന്ന് അപ്പുറത്ത് അപ്പോൾ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ കുറച്ച് ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജസ്റ്റ് അവനെ കാണിച്ചു കൊടുക്ക്. അപ്പോൾ ബ്രൈഡും ഗ്രൂമും അവിടെ പിക്സ് കാര്യങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് റിസപ്ഷൻ വരുന്നത് 31st-നാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലേസ്. കുഴഞ്ഞ് വയ്യാണ്ടായിക്കാൻ രണ്ടുപേർക്കും. ശരിക്കും ഇതൊരു കോസ്മെറ്റിക്സിൻ്റെ കമ്പനി എന്താണെന്നാണ്, സോപ്പിൻ്റെ അങ്ങനെ എന്തോ. സോപ്പ് മാത്രമല്ല, എല്ലാം ഉണ്ട്. സോ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. മാനൊക്കെ ഉണ്ടല്ലോ. എന്ത് താറാവില്ല. രണ്ടാൾക്കാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഫോട്ടോഗ്രാഫറെ കുറിച്ച്? നല്ല രസമായിട്ടൊക്കെ പറയും, നല്ല ചേർത്തായിട്ടത്. പറയ്, എന്താ പറയാനുള്ളത്? കുറെ നേരമായി ഇങ്ങനെ തിരി. നീ ആരേ? ഇത് നന്നായിട്ടുണ്ട് ഇങ്ങനെ ഷോട്ട്. ഇങ്ങനെ തിരി 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 തിരി. ഗൈസ് പറഞ്ഞു മാറ്റി മാറ്റി. നീ മറ്റേത് കേട്ടോ, കുട്ടുമ്മക്കുട്ടു കുട്ടുമ്മക്കുട്ടു അടി കളിക്ക് കുട്ടുമ്മക്കുട്ടു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും. ഇതൊരു വീഡിയോ ആക്കാം, റിസപ്ഷൻ്റെ ഒരു വീഡിയോ ആക്കാം അല്ലേ? എന്താണ് ചേട്ടൻ എന്താ പറയുക? നിന്റെ അച്ഛൻ കരയുണ്ടായിരുന്നു, എന്താ അഭിപ്രായം കുറിച്ച്? അരേൻ്റെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി വേണം വീഡിയോ മതിയായോ? അതാണ് നീ അല്ലാണ്ട് കരയല്ല, കണ്ണി കൂടെ വെള്ളം വരുന്നതല്ല, മേക്കപ്പെട്ടതിൻ്റെയാണ്. നന്നായിട്ടുണ്ട്, നല്ലൊരു മേക്കപ്പ് ആയിരുന്നു. അല്ലേ അപ്പുറത്തെ ഒരുത്തൻ സിനാന്റെ ഷർട്ട് ഇട്ടിട്ട് വരുന്നുണ്ട്. എന്തിനാന്നറിയില്ല. എൻ്റെ ഒന്ന് ഫോട്ടോ പിന്നൊക്കെ ആരെയും ഫോട്ടോ എടുക്കും? നീ പറ ഒരു മാരില്ലേ? ഏതാ സീന് ബ്രോ? ബ്രോ മറ്റേ പേപ്പർ ഇടാൻ വന്ന ആളാണ്. ബാഗ് നോക്കിയിട്ട് ലാപ്പൊക്കെ ടെക്നിക്കൽ ഹാക്കറോ? ഇല്ല, അത് നീയും നാണും റാവും അമ്പിളിയും തെന്നും. ടീച്ചർക്ക് ഡബിൾ റോളാണ്. നന്നായിട്ടുണ്ട്. നിങ്ങളേത് വെട്ടിക്കാ? നിങ്ങളേത് വെട്ടിക്കാ നഫി? ആണോ? പിന്നെ ലാസ്റ്റ് ആയിട്ട് എന്താ പറയാനുള്ളത്? ആദ്യമായിട്ടാണ് വ്ളോഗിൽ വരുന്നത്. കല്യാണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങളും പോയി കഴിക്കുമെന്ന് പറഞ്ഞു. എടാ നാളെ പരിപാടി വണ്ടി മാറും. ഓക്കെ, അപ്പോൾ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും ഹബീബി. ഏത് വണ്ടി? ആ നൗഫിക്ക് സ്കൂട്ടി ആണോ? നൗഫി താറൊക്കെ കിട്ടിയല്ലോ. പിന്നെ വണ്ടി പോവാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് 31st നാളെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കാണാം.